ചർച്ചയിൽ കോൺഗ്രസ് വക്താവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, സംവിധായകൻ ശ്രീ സനൽകുമാർ ശശിധരൻ, BJP നേതാവ് ശ്രീ രാധാകൃഷ്ണ മേനോൻ, അഡ്വക്കേറ്റ് CP ഉദയഭാനു എന്നിവരാണ് പങ്കെടുക്കുന്നത്. ശ്രീ സനൽകുമാർ ശശിധരൻ, സിനിമയ്ക്ക് മുമ്പുള്ള ഈ ദേശീയഗാനാലാപനം ദേശഭക്തിയാണോ യഥാർത്ഥത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ? ശരിക്കും ഇപ്പോൾ വിപരീതമായിട്ടുള്ള ഫലമാണ് അത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ദേശീയ ഗാനമായാലും ശരി, ദേശീയ പതാകയായാലും ശരി, നമ്മുടെ ദേശീയതയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സിംബലുകളും നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ ഒത്തൊരുമിപ്പിക്കാനുള്ള ഒന്നായിട്ടാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ജനങ്ങളെ ഡിവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ധർമ്മമാണ് ഇപ്പോൾ ദേശീയ ഗാനം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എണീറ്റ് നിൽക്കാത്തവൻ ദേശദ്രോഹിയായിട്ട് ആദ്യം പറയുന്നു, അവനെ ജനക്കൂട്ടം കയ്യേറ്റം ചെയ്യുന്നു, അത് ചൊല്ലി തർക്കങ്ങളുണ്ടാകുന്നു. ഇപ്പോൾ ദേശീയ ഗാനത്തോട് തന്നെ നമുക്കെന്തോ ഇത്രയും വലിയ ഡിബേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ദേശീയ ഗാനത്തെ ഉപയോഗിക്കുന്നു എന്ന് തന്നെ ശരിക്കും വലിയൊരു തെറ്റല്ലേ? അതൊരു ഭയപ്പെടുത്തുന്നു എന്നുള്ള തോന്നലുണ്ടാവുന്നത് കൂടിയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. തീർച്ചയായിട്ടും. കാരണം ദേശീയത ഒരിക്കലും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ദേശീയത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടായി വരേണ്ട ഒരു ജനതയ്ക്ക് അതിൻ്റെ രാഷ്ട്രത്തോടുണ്ടാകുന്ന ഒരു വിശ്വാസമാണ് ശരിക്കും ദേശീയത. അതുപോലെ തന്നെ തിരിച്ചും അതിൻ്റെ പൗരനോട് ഒരു രാഷ്ട്രം വിശ്വസിക്കണം. രാഷ്ട്രം അവന് ദേശീയതയിൽ വിശ്വാസം ഉണ്ട് എന്ന് ഒരു പൗരനെ ഒരു രാഷ്ട്രം വിശ്വസിക്കണം. അതല്ലാതെ ഒരാൾക്ക് നിൻ്റെ ദേശീയത പൊതുസ്ഥലത്ത് പ്രദർശിപ്പിച്ചാൽ മാത്രമേ നിനക്ക് ദേശീയത ഉണ്ട് എന്ന് പറയൂ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം സത്യത്തിൽ വളരെ വളരെ സങ്കുചിതമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് പറയേണ്ടി വരും. തീർച്ചയായും ഒരു കോടതി വിധി, ആ കോടതിയുടെ ഇടക്കാല വിധി, ആ കോടതി വിധിയുടെ സാഹചര്യത്തിൽ നടക്കുന്ന ഒരു ചലച്ചിത്രമേള, കേരളത്തിലെ ചലച്ചിത്രമേള പങ്കാളിത്തം കൊണ്ട് അങ്ങേയറ്റം എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു മേള കൂടിയാണ്. ആ ചലച്ചിത്രമേളയുടെ കാലത്താണ് ഈ ഇടക്കാല വിധി വരുന്നത് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ആ വിധി അതുമാത്രമല്ല, ആ വിധിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടപ്പാക്കാൻ പോലീസ് ശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യുവമോർച്ചയുടെ നിലപാട്, ഇതെല്ലാം ചേർന്നാണ് ഇന്ന് ഈ ചർച്ചയ്ക്കുള്ള ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, എന്തുകൊണ്ടാണ് സംഘപരിവാറിന് അല്ലെങ്കിൽ യുവമോർച്ചയ്ക്ക് ഇങ്ങനെ ഒരു പരാതി ഉണ്ടായത്? നമ്മുടെ രാജ്യത്തെ രാഷ്ട്രം എന്ന ഒരു സങ്കല്പം, ആ രാഷ്ട്രസങ്കല്പത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഘടകങ്ങൾ, ആ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ നാഷണൽ ആന്തം, നാഷണൽ ഫ്ലാഗ്, ദേശീയ പതാകയും ദേശീയ ഗാനവും സമൂഹത്തെ ഒന്നാകെ ഒന്നിപ്പിച്ച് നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഭരണഘടനയുടെ 51A അനുസരിച്ച് നമ്മൾ ആരംഭിച്ചിട്ടുള്ളതാണ്. അത് ഇവിടെ മാത്രമല്ല, ലോകത്തിലെവിടെയും ഒരു രാഷ്ട്രം എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രത്തിൻ്റെ ഏകതയുടെ പ്രതീകമാണ് ഈ നാഷണൽ ഫ്ലാഗ് അല്ലെങ്കിൽ നാഷണൽ ആന്തം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ രാഷ്ട്രത്തിൻ്റെ ഏകതയുടെ പ്രതീകമായിട്ടുള്ള ഒരു കാര്യത്തെ അംഗീകരിക്കാൻ നമ്മൾ വൈമനസ്യമൊന്നും കാണിക്കേണ്ട കാര്യമില്ല. അത് രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ധർമ്മമാണ്, കടമയാണ്. പിന്നെ ഇവിടെ കോടതിയുടെ ഇപ്പോഴത്തെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങൾ അവതരിപ്പിക്കാൻ ചുമതലപ്പെട്ട ഏജൻസി എന്തായാലും നമ്മുടെ ജുഡീഷ്യറി തന്നെയാണ്. ആ ജുഡീഷ്യറിയുടെ വിധികളെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം എന്തുണ്ടായാലും നാം അനുസരിക്കുവാൻ ബാധ്യസ്ഥമാണ്. അതും രാജ്യത്തിൻ്റെ നിയമസംഹിതയുടെ ഭാഗമാണ്. ആ നിലയിൽ ഇത്തരത്തിൽ കോടതി ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്ന അഭിപ്രായം, ആ അഭിപ്രായം, നിർദ്ദേശം, ഉത്തരവ് ഇതെല്ലാം അനുസരിക്കുവാനുള്ള കർത്തവ്യം പ്രഥമമായി നമ്മുടെ പൗരന്മാർക്കെല്ലാം ഉണ്ട്. തീർച്ചയായും. പക്ഷേ കർത്തവ്യം നിർവഹിക്കുന്നില്ലെങ്കിൽ അത് നിർവഹിപ്പിക്കുവാനുള്ള അതൊരു ബാധ്യതയാണ്. അത് ആ നിലയ്ക്ക് തന്നെ നമുക്ക് വിലയിരുത്താം. നേരത്തെ താങ്കൾ പറഞ്ഞ വ്യാഖ്യാനം എന്നതിലേക്ക് നമുക്ക് വരാം. തീർച്ചയായും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ ഈ പരാതി എന്നത് എങ്ങനെയാണ് ഒരു സംഘടന എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് യുവമോർച്ചയ്ക്ക് ഉണ്ടാവുന്നത്? അത് യുവമോർച്ചയ്ക്ക് മാത്രമല്ല, ഈ നാട്ടിലുള്ള എല്ലാ സംഘടനകൾക്കും ഉണ്ടാവേണ്ടതാണ് എന്നാണ്
അതിനെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായം. കാരണം ഈ സ്വാഭാവികമായും അതൊരു വ്യാഖ്യാനമാണ്. താങ്കളുടെ നിലപാട് വ്യക്തമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, അതൊരു വ്യാഖ്യാനമായി മാത്രം നിൽക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ പറഞ്ഞ ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് 1971 പ്രകാരമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെങ്കിൽ, അതിനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നതെങ്കിൽ അതിലെവിടെയും ഈ നിലയ്ക്ക് ദേശീയഗാനം പാടുമ്പോൾ ഒപ്പം ചേർന്ന് പാടാനും എഴുന്നേറ്റ് നിൽക്കാനും കർശനമായി പറയുന്നില്ല. അതങ്ങനെ അതാണ് ആ ദേശീയഗാനത്തെ എന്താണ് ബഹുമാനിക്കാൻ വേണ്ട മാർഗം എന്ന് പറയുന്നില്ല. ചില നിർദ്ദേശങ്ങൾ വരുന്നുണ്ടെന്നേ ഉള്ളൂ, അതിലേക്ക് കർശനമായി പറയുന്നില്ല. ഏത് നിയമമാണ് സിനിമാ തിയേറ്ററിൽ ഇത് പ്രദർശിപ്പിക്കാൻ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ആ നിലയ്ക്കൊക്കെയുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടാവുമ്പോൾ ആ സംശയം ഉന്നയിക്കുന്നവരെല്ലാം ദേശദ്രോഹികളാണെന്ന് പറയാൻ കഴിയുമോ? ഇരിക്കുന്ന ശ്രീ സനൽകുമാർ ശശിധരനെ ആ നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിയുമോ? എല്ലാവരും ദേശീയഗാനം കേട്ടാൽ തനിയെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ളവരാണ്. പക്ഷേ ഇത് ഭയപ്പെടുത്തി ഇത് നിങ്ങൾ കേൾക്കേണ്ടതാണ് എന്ന മട്ടിൽ ആവർത്തിക്കുകയും അത് തുടർച്ചയായി ഒരു ദിവസം 8-10 തവണ കേൾക്കേണ്ടിയും വരുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രതികരണങ്ങൾ സ്വാഭാവികമല്ലേ? ഒരിക്കലും സ്വാഭാവികമല്ല. കാരണം നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള നിയമസംഹിതയെ അനുസരിച്ച് ജീവിക്കുവാൻ നമ്മളെല്ലാം ബാധ്യസ്ഥമാണ്. ആ നിലയിൽ കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതിന് മേൽക്കോടതിയോ അല്ലെങ്കിൽ പാർലമെൻറ്റോ അതിന് വ്യത്യസ്തമായ ഒരു തീരുമാനം എടുക്കാതിരിക്കുന്നിടത്തോളം കാലം ആ നിയമം അനുസരിക്കുവാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ യുവമോർച്ചയെ ബാധിച്ചിരിക്കുന്ന പ്രശ്നം ഈ കോടതി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, അത് നടപ്പാവുന്നില്ല എന്ന സങ്കടമാണോ, അതോ ഈ ദേശീയഗാനം കേൾക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആദരവ് കാണിക്കുന്നില്ല എന്നുള്ള സങ്കടമാണോ? എന്താണ് യഥാർത്ഥത്തിൽ യുവമോർച്ചയെ അലട്ടുന്നത്? അല്ല, ദേശീയഗാനം കേൾക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിക്കണം എന്നുള്ളത് പ്രത്യേകമായി ആരും വ്യാഖ്യാനിക്കുകയോ നിർദ്ദേശിക്കുകയോ ചെയ്യാതെ നാം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അത് അംഗീകരിക്കാൻ ആരും വൈമുഖ്യം കാണിക്കേണ്ടതില്ല. പിന്നെ ഇവിടെ സിനിമാ തിയേറ്ററിൽ ഇപ്പോൾ പുതുതായി വെച്ച ദേശീയഗാനമാണ് കോടതിയുടെ നിർദ്ദേശമനുസരിച്ച്. അത് പഴയ കാലത്ത് ഉണ്ടായിരുന്നതാണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ വീണ്ടും ആ നിലയിൽ സിനിമാ തിയേറ്ററുകളിൽ വേണം എന്ന് കോടതി പറയുന്നു. അത് രാജ്യവ്യാപകമായി ദേശീയതയുടെ അഭാവം പ്രകടമാവുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ആ സുപ്രീം കോടതി അങ്ങനെ വ്യാഖ്യാനിച്ചതാണോ അല്ലയോ എന്നെല്ലാം ഇനി അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വ്യാഖ്യാനങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ മേൽ ഘടകം എന്നുള്ള നിലയിൽ സുപ്രീം കോടതിയുടെ ഫുൾ ബെഞ്ചോ പാർലമെൻറ്റോ ഒക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് എടുക്കേണ്ട തീരുമാനമാണ്. ഏതായാലും നിലവിൽ ഈ രാജ്യത്ത് ദേശീയതയോട് അല്ലെ ദേശീയ ഗാനത്തോട് വേണ്ടത്ര ആദരവ് പ്രകടിപ്പിക്കുന്ന സാഹചര്യമില്ല എന്ന തോന്നലാണ് ആ കോടതി വിധിയിൽ നിഴലിച്ചു നിൽക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും. ആ കോടതി വിധിയുടെ വിശദാംശങ്ങളിലേക്ക് തിരിച്ചു വരാം. അതിനു മുൻപ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇത് ഈ ഘട്ടത്തിൽ മാത്രമല്ല മുമ്പും കേരളത്തിൽ ഇങ്ങനെ ഒരു വിധി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കേരളം ചർച്ച ചെയ്ത വിഷയമാണ്. അന്ന് താങ്കൾക്ക് ഒരു പ്രധാനപ്പെട്ട റോളും ഉണ്ടായിരുന്നു ആ വിഷയത്തിൽ. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഇതുപോലെ സർക്കാർ തിയേറ്ററുകളിൽ ഇത് പ്രദർശിപ്പിക്കുന്ന കാലത്താണ് ആ നിലയ്ക്ക് കലാഭവനിൽ ഒരു നിലപാട് താങ്കൾ സ്വീകരിക്കുകയുണ്ടായത്. അങ്ങനെ ഒരു തിരുത്തലിന് താങ്കൾ തയ്യാറാകുമ്പോൾ ചിന്തിച്ച കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? അല്ല, ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ സ്കൂളുകളിൽ ഈ ജനഗണമന പാടുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറയാറുണ്ട്. ജനഗണമന എൻ്റെ സ്കൂളിലെ എല്ലാ പരിപാടികൾക്കും ഉണ്ടായിരുന്നു. മാത്രമല്ല കുട്ടിക്കാലത്ത് അമ്മയോടൊപ്പം അച്ഛനോടൊപ്പം സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ അന്നൊക്കെ സിനിമ തീർന്നു കഴിഞ്ഞാണ് ജനഗണമന തിയേറ്ററിൽ ഇടാറുണ്ടായിരുന്നത്. അപ്പോൾ സിനിമ തീരുമ്പോൾ എല്ലാവരും ഓടി അവരുടെ വീട്ടിലേക്ക് പോകാൻ തിക്കും തിരക്കും കാണിക്കുന്നൊരു വേളയിൽ പലർക്കും ആ ദേശീയ ഗാനത്തോട് ആദരവ് പ്രകടിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം സംജാതമായപ്പോഴാണ് ഈ സിനിമാ തിയേറ്ററുകളിൽ ഈ അവസാനം എന്നുള്ളത് മാറ്റി ആദ്യം സിനിമ തുടങ്ങുന്നതിന് മുമ്പ്, ചിത്രം ആരംഭിക്കുന്നതിന് മുമ്പ് ദേശീയ ഗാനം ഇടണം. അപ്പോൾ സ്വാഭാവികമായി ആരും തിയേറ്റർ വിട്ട് പുറത്തു പോകില്ല. അപ്പോൾ തിയേറ്ററിൽ നിൽക്കാനും പിന്നെ ആദരവ് പ്രകടിപ്പിക്കാനും തയ്യാറാകും. മാത്രമല്ല വള്ളത്തോളിൻ്റെ കവിത തന്നെ ഇക്കാര്യത്തിൽ നമുക്ക് ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളില്ല. അപ്പോൾ ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം നമ്മുടെ അന്തരംഗം. അപ്പം ദേശാഭിമാന പ്രചോദിതരായി നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ മാത്രമല്ല രാഷ്ട്രഭാഷയെ ആദരിക്കണം, അതുപോലെ രാഷ്ട്രഗാനത്തെ ആലപിക്കണം, ദേശീയ പതാകയെ ആദരിക്കണം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ ദേശീയ ഗാനമുണ്ട്, ദേശീയ പതാകയുണ്ട്, ദേശീയ മൃഗമുണ്ട്, ദേശീയ പക്ഷിയുണ്ട്.
ഇതിനെ ഒന്നും ആദരിക്കാതെയല്ല അവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് പോകും. നമ്മൾ എല്ലാ രാജ്യങ്ങളും എടുത്ത് പരിശോധിക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ, ബഹുമാനിക്കുന്ന ആളുകൾ, രാജ്യത്തെ നിന്ദിക്കുന്ന ആളുകളുണ്ട്, ധിക്കരിക്കുന്ന ആളുകളുണ്ട്, സ്വന്തം മാതാവിനെ തല്ലുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും രണ്ടഭിപ്രായം സ്വാഭാവികമാണെന്നുള്ളതുകൊണ്ട് ഞാനതിനെ കുറ്റപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ രാഷ്ട്രഗാനം നിർബന്ധമാക്കണം. ഞാൻ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായിരിക്കുമ്പോൾ ഈ തർക്കം ഉയർന്നു വന്നതാണ്. ഞാൻ എല്ലാ തിയേറ്ററിലും കർശനമായ നിർദ്ദേശം കൊടുത്തു. ഈ തിയേറ്ററിൽ എഴുതി കാണിക്കണം, ആദ്യമായിട്ട് എഴുതി കാണിക്കുന്നത് മാത്രമല്ല, അത് വിളിച്ചു പറയുകയും വേണം. ദേശീയ ഗാനം ഇടാൻ പോവുകയാണ്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അതിനെ ആദരിക്കണമെന്ന് പിന്നെ അനൗൺസ് ചെയ്തതിന് ശേഷം ദേശീയ ഗാനം ഇട്ടിട്ടുണ്ട്. ആ ദേശീയ ഗാനത്തിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിച്ചതല്ലാതെ ആരും അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചതായി ഒരു റിപ്പോർട്ട് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനാകുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഞാനാണ് ആദ്യമായി. അവിടെ പ്രശ്നം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പുതിയ സാഹചര്യം കൂടി തീർച്ചയായും വിലയിരുത്തണമല്ലോ. ഇവിടെ ചലച്ചിത്രമേള നടക്കുകയാണ്, തുടർച്ചയായി പല സിനിമകൾക്കും കയറുന്നവരാണ്, വേറൊരു ഉദ്ദേശത്തോടെ ഇവിടെ വരുന്നവരല്ലോ, തുടർച്ചയായി സിനിമ കാണാൻ വരുന്നവരാണ്. ഈ തുടർച്ചയായി സിനിമ കാണുന്നവരെ നിരന്തരം ഈ ദേശീയഗാനം കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശസ്നേഹം അതുവഴി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന തോന്നലുണ്ടാക്കുക കൂടിയാണ് എന്നതാണ് പരാതി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അല്ല, നമ്മൾ എന്തിനാ അങ്ങനെ ചിന്തിക്കാൻ പോകുന്നത്? നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ പങ്കെടുക്കാൻ പോകുമ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പഠിപ്പിച്ചൊരു അധ്യാപകൻ വന്നാൽ എന്തിനാണ് നമ്മൾ എഴുന്നേക്കുന്നത്? എന്തിനാ അദ്ദേഹത്തെ ആദരിക്കുന്നത്? എന്തിനാ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്? അധ്യാപകൻ വരുമ്പോൾ എഴുന്നേക്കണമെന്ന് ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായി മാതാ പിതാ ഗുരു ദൈവം എന്നാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ദൈവസ്ഥാനത്താണ് നമ്മൾ കാണുന്നത്. അതുപോലെയാണ് നമ്മൾ നമ്മുടെ മാതൃഭൂമിയെ കാണുന്നത്, നമ്മുടെ ജന്മഭൂമിയെ കാണുന്നത്. ജന്മഭൂമി നമ്മുടെ മാതാവാണ്. ആ മാതാവിനെ വന്ദിച്ചുകൊണ്ടുള്ള രാഷ്ട്രഗാനം, ആ രാഷ്ട്രഗാനത്തെ ആദരിക്കാൻ ആരെങ്കിലും പഠിപ്പിക്കണോ? അതിന്റെ ആവശ്യമില്ല. പക്ഷേ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു കാര്യം, ഇവിടെ ഈ ജനാധിപത്യം എന്നതാണല്ലോ ഈ സംവിധാനം, അവിടെ വിയോജിക്കാനുള്ള അവകാശമുണ്ട്, അത് ഏത് തരത്തിലായാലും. മറ്റൊന്ന്, ഈ കോടതി വിധി എന്നത് ആവർത്തിച്ച് പറയുമ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഈ നിയമവിരുദ്ധമായ കോടതി വിധികൾ അനുസരിക്കേണ്ടതല്ല എന്ന് സുപ്രീം കോടതിയുടെ വിധിയുള്ള രാജ്യമാണ് ഈ ഇന്ത്യ എന്നത്. അപ്പോൾ ഈ രാജ്യത്തോട് എല്ലാ തരത്തിലുമുള്ള സ്നേഹവും അതിലുള്ള അഭിമാന ബോധവും ഉള്ളവർ തന്നെയാണ് ഇക്കാര്യത്തിൽ വിരുദ്ധാഭിപ്രായവും പറയുന്നത്. അല്ലാതെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ദേശസ്നേഹം ഇല്ലാത്തവരാണ് എന്ന നിലയ്ക്കൊന്നും ഒരു കാരണവശാലും ഇവരെ ആരെക്കുറിച്ചും നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതില്ല, പറയേണ്ടതില്ല. എല്ലാവരും അങ്ങനെയൊക്കെ ഉള്ളവർ തന്നെയാണ്. പക്ഷേ നിയമപരമായി ഇത് നിൽക്കുന്നതാണോ എന്ന പ്രശ്നം കൂടിയുണ്ട്. അങ്ങനെ കുറേ ചോദ്യങ്ങളും കൂടി ഉയരുന്ന സാഹചര്യത്തിലാണ് ചില ആളുകൾ പ്രതിഷേധിക്കുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങൾ നിലനിൽക്കെ ഈ പ്രതിഷേധത്തെ ഒറ്റയടിക്ക് രാജ്യദ്രോഹികളുടെ പ്രതിഷേധമായി മുദ്രകുത്തണോ? അല്ല, ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങളിലൊന്നും ചോദ്യം ചോദിക്കാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജന്മഭൂമിക്കെതിരായി ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകളെ നമ്മൾ എന്താ വിളിക്കുന്നത്? രാജ്യദ്രോഹികൾ എന്നല്ലേ വിളിക്കുന്നത്. നമ്മുടെ മാതൃനാടിനെ ഒറ്റുകൊടുക്കുന്ന ആളുകൾ, നമ്മുടെ മാതൃരാജ്യത്തെ എതിർക്കുന്ന ആളുകൾ, മാതൃരാജ്യത്തിൻ്റെ വാർത്തകൾ ചോർത്തി അന്യരാജ്യങ്ങൾ കൊടുക്കുന്നത്, ഇപ്പോൾ അവരെയൊക്കെ നമ്മൾ എന്താ വിളിക്കുന്നത്? അവരെ രാജ്യസ്നേഹികളെന്ന് ആരെങ്കിലും വിളിക്കുമോ? അപ്പോൾ രാജ്യസ്നേഹത്തിൻ്റെ കാര്യത്തിൽ, രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആരെയും ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവർ സ്വയം പഠിക്കണം. അതൊരു നിലപാടാണ്, തീർച്ചയായും താങ്കളുടെ നിലപാട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് CP ഉദയഭാനു കൂടി നമ്മോടൊപ്പം ചേരുകയാണ്.